ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നിങ്ങളിൽ പലരും എന്നോട് ചോദിച്ച കാര്യമാണ്. ഞാനൊരു കണ്ടന്റ് വീഡിയോ ഇടുമ്പോൾ അതിന് താഴെ വരുന്ന സ്ഥിരം കമന്റ് ആണ്, സാറേ ട്രാൻസ്ഫോമർ റിലേറ്റഡ് ആയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എത്ര ചെയ്താലും കൺഫ്യൂസിംഗ് ആണ്, ട്രാൻസ്ഫോമറിന് മാത്രമായി ഞങ്ങൾക്കൊരു വീഡിയോ ചെയ്തു തരാമോ എന്ന് നിങ്ങളിൽ പലരും പേഴ്സണലിയും വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ എന്നോട് ചോദിക്കുന്ന കാര്യമാണ്. സോ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഇതാ മക്കളെ, ട്രാൻസ്ഫോമർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോവാണ്. അടിപൊളിയായിട്ട് ട്രാൻസ്ഫോമറിനകത്തുള്ള മുഴുവൻ കൺസെപ്റ്റുകളും അതിൽ നിന്ന് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളുമായിട്ടാണ് അണ്ണൻ ഇന്ന് വന്നിട്ടുള്ളത്. സോ എല്ലാവരും തയ്യാറാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ തുടങ്ങുക. അതിലൊരു മടിയും നിങ്ങൾ കാണിക്കരുത്. സോ റൈറ്റ്, ട്രാൻസ്ഫോമർ എന്താണ്? ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിനടുത്തൊക്കെ നമ്മൾ ഈ ആശാനെ കാണാറുണ്ട് അല്ലെ. ട്രാൻസ്ഫോമറിന്റെ പർപ്പസ് എന്താണ്, എന്തിനു വേണ്ടിയാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്? രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ കാര്യം വോൾട്ടേജ് കൂട്ടാനും, രണ്ടാമത്തെ കാര്യം വോൾട്ടേജ് കുറയ്ക്കാനും വേണ്ടിയാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. വോൾട്ടേജ് കൂട്ടാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ നമ്മൾ എന്താണ് വിളിക്കുക? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നും, വോൾട്ടേജ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിനെ വിളിക്കുന്ന പേര് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നുമാണ്. അതുപോലെ തന്നെ ഈ ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം എന്താണ്? അത് പല പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം അഥവാ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഇത്രയും കാര്യങ്ങൾ അടിസ്ഥാനപരമായി ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് എന്റെ മക്കൾക്ക് അറിയണം. ഇനി പരീക്ഷയിൽ ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും, ഏറ്റവും സിമ്പിൾ ആയാലും, ഇനി എത്ര ബുദ്ധിമുട്ടുള്ള ചോദ്യ പേപ്പറിലുള്ള ചോദ്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നിങ്ങളെ ഞാൻ മാറ്റിയെടുക്കാൻ പോവാണ്. ഈ കഴിഞ്ഞ മോഡൽ എക്സാമിലെ ചോദ്യം വരെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മക്കളെ. എല്ലാവരും തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഓരോരോ കാര്യങ്ങളിലോട്ട് കടക്കാം. ആദ്യം ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ആ ക്ലാസിഫിക്കേഷൻ അടിസ്ഥാനത്തിൽ അതിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കണം. റൈറ്റ്, എപ്പോഴും ഞാൻ ഒരു ബേസിക് കൺസെപ്റ്റ് പറയാം. ഒരു ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് പ്രൈമറി കോയിലും ഔട്ട്പുട്ട് നമ്മൾക്ക് ലഭിക്കുന്നത് സെക്കൻഡറി കോയിലുമാണ്. അത് ഏറ്റവും ബേസിക് കൺസെപ്റ്റ് ആണ്. ഒരു ട്രാൻസ്ഫോമറിൽ നമ്മൾ വോൾട്ടേജ് ഇൻപുട്ട് കൊടുക്കുന്നത് പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലാണ് നമുക്ക് വോൾട്ടേജ് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അത് മനസ്സിലാക്കുക. ആദ്യം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ ഫീച്ചേഴ്സ് ആണ് എഴുതാൻ പോകുന്നത്, ശ്രദ്ധിക്കുക. സോ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി പ്രൈമറിയേക്കാളും കൂടുതലായിരിക്കും. സിമിലർ വേ വോൾട്ടേജ് സെക്കൻഡറിയിലുള്ളത് പ്രൈമറിയേക്കാളും കൂടുതലായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും സ്റ്റെപ്പ് അപ്പിൽ സെക്കൻഡറിയിലാണ് കൂടുതൽ. എന്നാൽ ബാക്കിയുള്ള രണ്ട് കാര്യങ്ങൾ പ്രൈമറിയിൽ കൂടുതലാക്കി എഴുതിയാൽ വേറെ ഒന്നുമില്ല. സിമ്പിൾ ആണ് മക്കളെ. അഥവാ കറണ്ട് എവിടെയായിരിക്കും കൂടുതൽ? പ്രൈമറിയിലായിരിക്കും സെക്കൻഡറിയേക്കാളും കൂടുതൽ. തിക്നെസ് പ്രൈമറിയിലായിരിക്കും സെക്കൻഡറിയേക്കാളും കൂടുതൽ. ഇത് വൃത്തിയായി തന്നെ മനസ്സിലാക്കുക, പഠിക്കേണ്ടതാണ്. സിമിലർ വേ നേരെ ഓപ്പോസിറ്റ് ആർക്ക് എഴുതിയാൽ മതി? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ എഴുതി വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ അഥവാ നമ്പർ ഓഫ് ടേൺസ് എവിടെയായിരിക്കും കൂടുതൽ? പ്രൈമറിയിലായിരിക്കും സെക്കൻഡറിയേക്കാളും കൂടുതൽ. വോൾട്ടേജ് പ്രൈമറിയിലായിരിക്കും സെക്കൻഡറിയേക്കാളും കൂടുതൽ. കറണ്ട് നേരെ തിരിച്ച്, കറണ്ടും തിക്നെസ്സും നേരെ തിരിച്ച്. അഥവാ കറണ്ട് സെക്കൻഡറിയിലായിരിക്കും പ്രൈമറിയേക്കാളും കൂടുതൽ. തിക്നെസ് സെക്കൻഡറിയിലായിരിക്കും പ്രൈമറിയേക്കാളും കൂടുതൽ. വൃത്തിയായി തന്നെ മനസ്സിലായില്ല, ഒരു തരി സംശയമില്ലാലോ. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1 മാർക്കിനോ 2 മാർക്കിനോ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ചോദ്യം കാണാറുണ്ട്. ഇത് വൃത്തിയായി തന്നെ എഴുതി പഠിക്കുക. മനപ്പാഠം പഠിക്കേണ്ട കാര്യമല്ല, എഴുതി തന്നെ എന്റെ മക്കൾ പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത കാര്യം ശ്രദ്ധിക്കണം, ഫോർമുല. ഇവിടെ നിന്ന് വരുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഏത് തരമാണെങ്കിലും ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ ക്യാപ്പബിൾ ആക്കുന്നത് ഈ ഫോർമുലാസ് പഠിക്കുന്നത് മൂലമാണ്. സോ ഫോർമുലാസിലോട്ട് കടക്കുന്നു. ശ്രദ്ധിക്കണം മക്കളെ. NS ഡിവൈഡഡ് ബൈ NP ഈക്വൽ ടു VS ബൈ VP ഈക്വൽ ടു IP ഡിവൈഡഡ് ബൈ IS. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. NS എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി, NP എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. അതായത് പ്രൈമറിയിലുള്ള ചുറ്റുകളുടെ എണ്ണം NP ആണ്, സെക്കൻഡറിയിലുള്ള ചുറ്റുകളുടെ എണ്ണം എന്താണ്? NS ആണ്. VS എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ സെക്കൻഡറി, VP എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ പ്രൈമറി, I എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്. സോ IS എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻ സെക്കൻഡറി, IP എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻ പ്രൈമറി. പഠിക്കേണ്ടതാണ്. അടുത്തത് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരും. അഥവാ ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ ആണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം പവർ ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് അല്ലേ. സോ ഔട്ട്പുട്ട് പവർ എപ്പോഴും ഔട്ട്പുട്ട് ലഭിക്കുന്നത് സെക്കൻഡറി കോയിലാണെന്ന് പറഞ്ഞില്ലേ. സോ VS IS ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ എന്തായിരിക്കും? VP IP ആയിരിക്കും. ഇത് പഠിക്കേണ്ടതാണ്. പലതവണ പറഞ്ഞു തന്നാണ്. മോഡൽ എക്സാമിന് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. മനസ്സിൽ ഉറപ്പിക്കുക. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളിലോട്ട് കിടക്കാം. ഇതുപോലൊരു ട്രാൻസ്ഫോമർ നൽകിയിട്ട് ഇത് ഏത് തരം ട്രാൻസ്ഫോമർ ആണ് എന്ന ചോദ്യം ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ മക്കളെ, നിങ്ങൾ പറയടാ, ഇത് ഏത് തരം ട്രാൻസ്ഫോമർ ആണ്? സെക്കൻഡറിയിലല്ലേ നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ പ്രൈമറിയേക്കാളും? അഥവാ NS അല്ലടാ കൂടുതൽ NPയേക്കാളും. സോ ഏത് ട്രാൻസ്ഫോമർ ആണ്? യെസ്, ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഇതുപോലെ ഏത് ചിത്രം തന്നിട്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്റെ മക്കൾക്ക് ചെയ്യാൻ അറിയണം. വാട്ട് ഈസ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം എന്താണ്? ഞാൻ
പലതവണ പറഞ്ഞു തന്നു ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം എന്താ മക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാം, അത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്, ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. സം കോയിൽസ് ഓഫ് ദ ട്രാൻസ്ഫോമർ ആർ മെയ്ഡ് തിക്ക്. ചില ചുരുളുകൾ കട്ടി കൂടിയ വയേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കട്ടി കൂടിയ വയേഴ്സ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയണം. അഥവാ തിക്നെസ് കൂടി കഴിഞ്ഞു വെച്ചാൽ എന്ത് കുറവായിരിക്കും? പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതുമൂലം നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും? ഹീറ്റ് ലോസ് കുറയ്ക്കാൻ പറ്റും. ഈ കാര്യങ്ങൾ വൃത്തിയായി തന്നെ മനസ്സിലാക്കുക. വണ്ണം കൂടിയ കട്ടി കൂടിയ വയേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, തിക്നെസ് കൂടി കഴിഞ്ഞാൽ പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതുമൂലം ഹീറ്റ് ലോസ്, താപരൂപേണയുള്ള ഊർജ്ജ നഷ്ടം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അടുത്തത് ശ്രദ്ധിക്കണം, ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്, വളരെ ലളിതമായ ചോദ്യമാണ്. ശ്രദ്ധിക്കണം. ഇഫ് ദ നമ്പർ ഇൻ എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ the primary voltage and secondary voltage are in the ratio 2:3. അഥവാ Vp/Vs എത്രയാണെന്നാ പറയുന്നത്? 2/3 അല്ലെങ്കിൽ 2:3 ആണെന്നാ പറയുന്നത്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് കറന്റ് അവൈലബിലിറ്റി? കറന്റിന്റെ റേഷ്യോ ചോദിച്ചു, അഥവാ Ip/Is ചോദിച്ചു. നമുക്കറിയാം, നേരെ റെസിപ്രോക്കൽ ആയിരിക്കുമല്ലോ വോൾട്ടേജിന്റെ കറന്റ് എന്ന് പറഞ്ഞാൽ. സോ 3/2 അല്ലെങ്കിൽ 3:2 ആയിരിക്കും. സിമ്പിൾ ആയ ചോദ്യമാണ്, നിസ്സാരമാണ്. അടുത്ത ചോദ്യം നോക്കടാ. ബേസ്ഡ് ഓൺ ദ ഗിവൺ ഡയഗ്രാം ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ആദ്യത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക. നിസ്സാരമായ ചോദ്യമാണ്, എന്റെ മക്കൾ ശ്രദ്ധിക്കുക. ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ്? കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പ്രൈമറിയിൽ കൊടുത്താണ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ Vp = 6 വോൾട്ട് ആണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി എത്രയാണ്? 50 ആണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി എത്രയാണ്? 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് Vs ആണ്. ഇക്വേഷൻ അറിയാലോ, NS/NP × എന്ത് എഴുതിയാൽ മതി? Vp എഴുതിയാൽ മതി. NS എത്രയാണ്? 100/NP എത്രയാണ്? 50. Vp എത്രയാണ്? 6 ആണ്. സോ 2 × 6 എത്ര വരും? 12 വോൾട്ട് എന്ന് വരും. സോ Vs will be equal to 12 വോൾട്ട് എന്ന് കിട്ടും. വൃത്തിയായി തന്നെ മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോ, അന്തസ്സായി മനസ്സിലായില്ലടാ. അടുത്ത എന്താണ്? വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് 6 വോൾട്ട് AC is replaced by 6 വോൾട്ട് DC? AC പകരം DC കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? മ്യൂച്വൽ ഇൻഡക്ഷൻ സംഭവിക്കുമോ? ഇല്ല, ഒരിക്കലും DC സംഭവിക്കില്ല. സോ ഔട്ട്പുട്ട് വിൽ ബി മൊട്ട. ഔട്ട്പുട്ട് മൊട്ടയായിരിക്കും. അടുത്ത ചോദ്യം നോക്കടാ. കംപ്ലീറ്റ് ദ പെയർ. ട്രാൻസ്ഫോമർ ആണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ, ഇൻഡക്ടർ ആണെങ്കിൽ എന്താണ്? സെൽഫ് ഇൻഡക്ഷൻ. നിങ്ങൾക്കറിയാം, ഇത് നേരെ തിരിച്ചിട്ട് വരുന്ന പോലെ ആയിരിക്കും ആക്ച്വലി വരിക. അതായത് ഇൻഡക്ടറിൽ സെൽഫ് ഇൻഡക്ഷൻ ആണ്, ട്രാൻസ്ഫോമറിൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് എന്ന കാര്യം. അടുത്തൊരു ചോദ്യം നോക്കടാ. ദ കറന്റ് ഇൻ ദ സെക്കൻഡറി കോയിൽ ഓഫ് ദ ട്രാൻസ്ഫോമർ ഈസ് 1 ആംപിയർ. ഒരു സെക്കൻഡറി കോയിലുള്ള കറന്റ് എത്രയാണ്? 1 ആംപിയർ ആണ്. അഥവാ Is will be equal എത്രയാണ്? 1 ആംപിയർ ആണ്. പ്രൈമറി കോയിലുള്ള കറന്റ് എത്രയാണ്? Ip = 0.5 ആംപിയർ ആണ്. ഇത് ഏത് തരം ട്രാൻസ്ഫോമർ ആണ്? നിസ്സാരമായി തന്നെ പറയാൻ പറ്റും. Is is greater than എന്താണ്? Ip ആണ്. സെക്കൻഡറിയിലുള്ള കറണ്ട് പ്രൈമറിയിലുള്ള കറണ്ടിനേക്കാളും കൂടുതലാണെങ്കിൽ ഇത് ഏത് തരം ട്രാൻസ്ഫോമർ ആണ് മക്കളെ? ഒരു തരി സംശയം നിങ്ങൾക്ക് വേണ്ട. ദിസ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. കുറയ്ക്കുന്ന വോൾട്ടേജ് കുറയ്ക്കുന്ന സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അത് നിങ്ങൾക്ക് അറിയേണ്ടതാണ് കേട്ടോ. അടുത്തത്, കാറ്റഗറൈസ് ദ ഫോളോയിങ് റിലേഷൻ അപ്രോക്സിമേറ്റ്ലി ആസ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. താഴെ നൽകിയിരിക്കുന്നവയെ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും ആയിട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ക്ലാസിഫൈ ചെയ്യാനാണ്, തരം തിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. നിസ്സാരമായി ചെയ്യാൻ പറ്റില്ലേ? നിസ്സാരമായി ചെയ്യാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതാണ്. Vs ഈസ് ഗ്രേറ്റർ ദാൻ Vp. Vs എന്ന് പറയുന്നത് Vp-യേക്കാളും കൂടുതലാണ്. ഏത് ട്രാൻസ്ഫോമർ ആണ് മക്കളെ? ഒരു സംശയം വേണ്ട, ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. Is ഈസ് ഗ്രേറ്റർ ദാൻ Ip. ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. Vp ഈസ് ഗ്രേറ്റർ ദാൻ Vs. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. Ip ഈസ് ഗ്രേറ്റർ ദാൻ Is. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. വൃത്തിയായി കാര്യം മനസ്സിലായില്ല. ഇത് കണക്കുള്ള ക്ലാസിഫിക്കേഷൻ ഓൾറെഡി പറഞ്ഞു തന്നാണ്. അതിന്റെ അടുത്തുള്ള അടിസ്ഥാനത്തുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ പരീക്ഷയിൽ കാണാറുമുണ്ട്. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ശ്രദ്ധിക്കടാ. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. അതിന്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 240 വോൾട്ട് AC ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് ആണ്. ഔട്ട്പുട്ട് പവർ 10 വാട്ട് ആണ്. ഇൻ വിച്ച് കോയിൽ ഓഫ് ദ ട്രാൻസ്ഫോമർ തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ്? ഏത് കോയിലാണ് തിക്ക് വയേഴ്സ് യൂസ് ചെയ്യുക? ആദ്യം നിങ്ങൾ മനസ്സിലാക്കി ഇത് ഏത് തരം ട്രാൻസ്ഫോമർ ആണെന്ന് മനസ്സിലാക്കിക്കേടാ. അതായത് ഇൻപുട്ട് വോൾട്ടേജ്, പ്രൈമറി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 240 വോൾട്ട് ആണ്. സെക്കൻഡറി വോൾട്ടേജ് എത്രയാണ്? 5 വോൾട്ട് ആണ്. 240 വോൾട്ടേജിനെ 5 വോൾട്ട് ആക്കി കുറയ്ക്കുന്ന ട്രാൻസ്ഫോമർ ഏതാ മക്കളെ? അത് നിങ്ങൾക്കറിയണം. കുറയ്ക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ ഏത് വയേഴ്സിനാണ് തിക്നെസ് കൂടുതലായിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം, സെക്കൻഡറി കോയിലുള്ള വയേഴ്സിനാണ്. സോ സെക്കൻഡറി വയേഴ്സിനായിരിക്കും എന്ത്? സെക്കൻഡറി വൈൻഡിങ്സിനായിരിക്കും എന്ത് കൂടുതൽ? തിക്നെസ് കൂടുതൽ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ സെക്കൻഡറിയിലായിരിക്കും തിക്നെസ് കൂടുതൽ. നിങ്ങൾക്ക് അറിയേണ്ടതാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്. അടുത്ത, ഇഫ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഈസ് 4800, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി? സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നിസ്സാരമായി തന്നെ കണ്ടുപിടിക്കാം. ഗിവൺ ഡാറ്റാസ് ഒന്ന് എഴുതി വെച്ചോടാ.
വി പി ഈക്വൽ ടു 240 വോൾട്ട്, വി എസ് ഈക്വൽ എത്രയാടാ, വി എസ് ഈക്വൽ ടു 5 വോൾട്ട് ആണ്. അതുപോലെ തന്നെ പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട് എത്രയാണ്, 4800 അല്ലേ? യെസ്, 4800 ആണ് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ്. സോ എൻ എസ് ഈക്വൽ ടു വി എസ് ഡിവൈഡ് ബൈ വി പി ഇൻറ്റു എന്ത് എഴുതാം, എൻ പി എന്ന് എഴുതാം. വി എസ് എത്രയാടാ, 5 ഡിവൈഡ് ബൈ വി പി എത്രയാടാ, 240, എൻ പി എത്രയാടാ, 4800. വെട്ടിക്കളയാം മക്കളെ. 0 0 പോയി, 24 48 2 തവണ. സോ 20 × 5 എത്രയാണ്, 100 ആണ് നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയണം. എണ്ണമായതുകൊണ്ട് യൂണിറ്റ് എഴുതണ്ട. അടുത്ത, a transformer without any power loss has 5000 turns in the primary. പ്രൈമറിയിൽ 5000 ടേണുകൾ ഉണ്ട് എന്ന് പറയുന്നു. ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആർ 240 വോൾട്ട് ആൻഡ് 24 വോൾട്ട്. കറണ്ട് ഇൻ പ്രൈമറി 0.4 ആംപിയർ. എല്ലാ കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഗിവൺ ഡാറ്റ ഒന്ന് ഇരിക്കുക. അതെ, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി എൻ പി ഈക്വൽ എത്രയാണ്, 5000 ആണ്. ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ്, സോ വി പി ഈക്വൽ ടു 240 വോൾട്ട് ആണ്. ബി എസ് ഈക്വൽ എത്രയാണ്, 24 വോൾട്ട് ആണ്. അതുപോലെ തന്നെ പ്രൈമറി കറണ്ട് എത്രയാണ്, 0.4 ആംപിയർ ആണ്. ക്രിസ്റ്റൽ ക്ലിയർ അല്ല? ഇത്രയും കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. 240 വോൾട്ടിന് 24 വോൾട്ട് ആക്കി കുറയ്ക്കുന്ന ട്രാൻസ്ഫോമർ ഏതാണ്, നമുക്കറിയാം, അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. മനസ്സിൽ അതൊക്കെ ഇനീഷ്യലി ഉറപ്പിക്കുക. ഇനി ചോദ്യത്തിലൂടെ നടക്കാം. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. സെക്കൻഡറിയിലുള്ള ചുറ്റുകളുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിസ്സാരമായി തന്നെ കണ്ടുപിടിക്കാൻ മക്കളെ ശ്രദ്ധിക്കടാ. സോ എൻ എസ് വിൽ ബി ഈക്വൽ ടു വി എസ് ബൈ വി പി ഇൻറ്റു എന്ത് എഴുതിയാൽ മതി, എൻ പി എന്ന് എഴുതിയാൽ മതി. വി എസ് എത്രയാണ്, 24 ആണ്. 24 ഡിവൈഡഡ് ബൈ 240 ഇൻറ്റു എൻ പി എത്രയാണ്, 5000 ആണ്. സോ ഇൻറ്റു 5000 എന്ന് വരും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? 0 0 പോയി, 24 പോയി, ആൻസർ എത്ര കിട്ടും, 500 എന്ന് കിട്ടും. സോ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എത്രയാണ്, 500 ആണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി എത്രയാണ്, 5000 ആണ്. ടേൺസിന്റെ എണ്ണം കുറയും, ബിക്കോസ് ദിസ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അടുത്ത, കാൽക്കുലേറ്റ് ദ കറണ്ട് ഇൻ ദ സെക്കൻഡറി. സെക്കൻഡറിയിലുള്ള കറണ്ട് ആണ് അടുത്തായിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അഥവാ ഏത് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ടേൺസ് വെച്ച് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ വോൾട്ടേജ് വെച്ച്. ഞാൻ വോൾട്ടേജ് കണ്ടുപിടിക്കാം. സോ വി എസ് ബൈ വി പി ഈക്വൽ എന്ത് വരും, ഐ പി ബൈ ഐ എസ് ആണ്. സെക്കൻഡറിയിലുള്ള കറണ്ട് ആണ്. സോ ഐ എസ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും, വി പി ബൈ വി എസ് ഇൻറ്റു എന്ത് വരും, ഐ പി എന്ന് വരും. സോ ഐ എസ് വിൽ ബി ഈക്വൽ ടു വി പി എത്രയാണ്, വോൾട്ടേജ് ഇൻ പ്രൈമറി 240 ആണ്, ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു ഐ പി എത്രയാണ്, 0.4 ആംപിയർ അല്ലേ? യെസ്, 0.4 ആംപിയർ ആണ്. സോ ഇവ രണ്ടും ക്യാൻസൽ ചെയ്യട്ടടാ, ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. പിന്നെ ഒരു 10 ഉള്ളൂ. സോ 10 ഇൻറ്റു 0.4 എത്രയാടാ, 4 ആംപിയർ എന്ന് കിട്ടും. ആൻസർ ഈസ് 4 ആംപിയർ. ക്രിസ്റ്റൽ ക്ലിയർ ആയി, മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോ. അടുത്തലോട്ട് കിടക്കട്ടെ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ ഈ കഴിഞ്ഞ 2024 മോഡൽ എക്സാമിന് ചോദിച്ചാണ് കേട്ടോ. 2024 മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. എല്ലാം ഞാൻ മാക്സിമം പോസിബിൾ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ട്രാൻസ്ഫോമർ വിത്തൗട്ട് പവർ ലോസ് വർക്ക് അറ്റ് ആൻ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് 250 വോൾട്ട്. ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ്? യെസ്, ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ്? 250 വോൾട്ട് ആണ്. എ കറണ്ട് ഓഫ് 1 ആംപിയർ ഫ്ലോസ് ത്രൂ ദ സെക്കൻഡറി കോയിൽ. സെക്കൻഡറിയിലുള്ള കറണ്ട് എത്രയാണ്? 1 ആംപിയർ ആണ്. When an electric device of power 50 watt is connected to the secondary. സെക്കൻഡറി എത്ര? 50 വാട്ട് പവർ വരുന്ന ഒരു ഉപകരണം കണക്ട് ചെയ്തിട്ടുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ദിസ്? ഇത് ഏത് തരം ട്രാൻസ്ഫോമർ ആണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. നിസ്സാരമായി കണ്ടുപിടിക്കാം. ഗിവൺ ഡാറ്റ ഒന്ന് ഇരിക്കോ. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് വോൾട്ടേജ് എത്രയാണ്? മലയാളത്തിൽ ഇവിടെ ഉണ്ട് കേട്ടോ. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് വോൾട്ടേജ് എത്രയാണ്? 250 വോൾട്ട് ആണ്. സോ ആ കാര്യം എഴുതുന്നു. അഥവാ പ്രൈമറി വോൾട്ടേജ് ഈക്വൽ ടു 250 വോൾട്ട് ആണ്. അടുത്ത കാര്യം എന്താ നൽകിയിരിക്കുന്നത്? 1 ആംപിയർ ഫ്ലോസ് ത്രൂ ദ സെക്കൻഡറി കോയിൽ. സോ സെക്കൻഡറിയിലുള്ള കറണ്ട് എത്രയാണ്? 1 ആംപിയർ ആണ്. അടുത്തത്, ഈ 50 വാട്ടുള്ള ഒരു ഉപകരണം സെക്കൻഡറിയിൽ കണക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. സോ ഔട്ട്പുട്ട് പവർ എത്രയായിരിക്കും? ഒരു സംശയം വേണ്ട. ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ 50 വാട്ടാണ്. നമുക്കറിയാം പി ഔട്ട് എന്ന് പറഞ്ഞാൽ വി എസ് ഐ എസ് ആണ്. സോ വി എസ് വിൽ ബി ഈക്വൽ ടു പി ഔട്ട് ഡിവൈഡ് ബൈ എന്ത് വരും? ഐ എസ് എന്ന് വരും. ഔട്ട്പുട്ട് പവർ എത്രയാണ്? 50 ആണ്. ഐ എസ് എത്രയാണ്? 1 ആണ്. സോ 50 വോൾട്ട് എന്ന് കിട്ടും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ്? 250. അത് 50 വോൾട്ടേജ് ആക്കി കുറയ്ക്കുന്ന ട്രാൻസ്ഫോമർ ഏതാണ്? ഒരു സംശയം വേണ്ട. ദിസ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അത് മനസ്സിൽ ഉറപ്പിക്കുക. ആദ്യത്തെ ചോദ്യം, ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റൻ ആൻസർ ആയി. അടുത്ത ക്വസ്റ്റൻ എന്താണ്? വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം എന്താണ്? നമുക്കറിയാം, അത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അടുത്തത്, കാൽക്കുലേറ്റ് ദ കറണ്ട് ത്രൂ ദ പ്രൈമറി. പ്രൈമറിയിലുള്ള കറണ്ട് കണ്ടുപിടിക്കുക. നിസ്സാരമാണ്, എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. പ്രൈമറിയിലുള്ള കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സിമ്പിൾ ആണതാ. വി എസ് ബൈ വി പി ഈക്വൽ ടു ഐ പി ബൈ ഐ എസ് ആണ്. എങ്കിൽ ഐ പി ഈക്വൽ ടു എന്ത് വരും? വി എസ് ബൈ വി പി ഇൻറ്റു എന്ത് വരും? ഐ എസ് എന്ന് വരും. വി എസ് എത്രയാണ് മക്കളെ?
50/250 ഇൻറ്റു IS എത്രയാണ് 1 ആണ്. സോ 50ഉം 250ഉം ക്യാൻസൽ ചെയ്ത് എത്ര വരും 1/5 എന്ന് വരും. സോ 1/5 ആംപിയർ അല്ലെങ്കിൽ 0.2 ആംപിയർ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലേ മക്കളെ? ഇതൊക്കെയാണ് പോസിബിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയി വിചാരിക്കുന്നു. അത്രത്തോളം കോൺഫിഡന്റ് ആയെങ്കിൽ ഉറപ്പായും ചാറ്റ് ബോക്സിനകത്ത് അല്ലെങ്കിൽ കമന്റ് ബോക്സിനകത്ത് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. അടുത്തത് ഏത് തരം കണ്ടന്റുകളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഏത് ചാപ്റ്റർ എന്നുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഏത് തരം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ആവശ്യമുള്ളത് എന്ന കാര്യവും ഉറപ്പായും കമന്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കണ്ടന്റ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് ഒരു മടിയും വേണ്ട മക്കളെ. ലവ് യു.